സുധീഷ് ഉറങ്ങുമ്പോൾ നികേഷ് എണീറ്റ് കാവൽ നിൽക്കുകയാണ്. രാവിലെ സുഭാഷ് പറയും, ഇവനൊക്കെ ഇന്നലെ ഉറങ്ങാതെ എനിക്ക് വേണ്ടി കാവലിരിക്കുകയായിരുന്നു. നികേഷ് പറയും, ഞാൻ മാത്രമല്ല, ആരും ഉറങ്ങിയിട്ടില്ല ഏട്ടാ. സുഭാഷ് ഏട്ടൻ ഇനിയും പോകുമെന്നുള്ള പേടിയല്ലായിരിക്കും. സുഭാഷ് പറയും, ഇനി നിങ്ങളൊന്നും വിട്ടേ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ആ സമയത്ത് സുധീഷും ഹരീഷും കൂടെ വീട്ടിലേക്ക് വരികയാണ്. സുധീഷ് പറയും, ഇതാ ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി ഉണ്ട്. ഹരീഷ് പറയും, ഇനി സുഭാഷ് ഏട്ടൻ ആ പേരും പറഞ്ഞ് ഇവിടുന്ന് പോകണ്ടല്ലോ. സുഭാഷ് ആ പച്ചക്കറിയിൽ നിന്ന് ഒരു മുരിങ്ങാക്കോൽ എടുത്തിട്ട് ഹരീഷിനെ അടിക്കുകയാണ്. സുഭാഷ് പറയും, നിങ്ങളൊക്കെ ഇന്നലെ ഒരുപാട് വിഷമിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. ഹരീഷ് പറയും, ഞങ്ങളെ കൂടാതെ ഇന്നലെ വേറൊരാളും ഒരുപാട് വിഷമിച്ചു. ആരാന്നറിയോ? സുഭാഷ് പറയും, അച്ഛനാണെന്ന് എനിക്കറിയാം. അച്ഛനല്ലാതെ ഒരാളും കൂടെ വിഷമിച്ചു. നികേഷ് പറയും, സുഭാഷ് ഏട്ടനെ എത്ര ആലോചിച്ചാലും കിട്ടില്ല അത്. നമ്മുടെ ഗംഗാധരൻ വല്യച്ഛനും ലളിതമായും. സുഭാഷ് ഏട്ടനെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ അവരിവിടെ വന്നിരുന്നു. സുധീഷ് പറയും, വല്യച്ഛൻ അതിൻ്റെ ഇടയിലേ നമ്മൾ ഈ വീട് വിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ ലളിതമായി സുഭാഷ് ഏട്ടനെ ഈ വീട്ടിലേക്ക് തിരിച്ചു വരും, വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. നികേഷ് പറയും, അതിൻ്റെ ഇടയ്ക്ക് ഇവിടുത്തെ കാരനൊരു വന്ന് അവരോട് ചൂടായി നോക്കി. പക്ഷേ അതിനൊന്നും അവർ മറുപടി പറഞ്ഞില്ല. സുഭാഷ് പറയും, വീട്ടിലൊരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവരൊക്കെ കൂടെ നിന്നല്ലോ, നന്നായി. എല്ലാവരും എല്ലാം മറന്ന് ഒന്നിച്ച് ജീവിക്കണമെന്ന് ഞാൻ എത്ര കാലമായി ആഗ്രഹിക്കുന്നു. സുധീഷ് പറയും, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോണില്ല. സുഭാഷ് ഏട്ടനായതുകൊണ്ട് മാത്രമാണ് അവരിങ്ങനെയൊക്കെ ഒന്ന് വന്നു പോയത്. സുഭാഷ് പറയും, അതൊന്നുമല്ലടാ, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നോക്കിക്കോ, അവരും കൂടെ ഉണ്ടാവും. നികേഷ് പറയും, അത് ശരി, ഇനിയും പ്രശ്നം ഉണ്ടാവണമെന്നാണോ? സുഭാഷ് പറയും, അതൊന്നുമല്ലടാ, എത്ര വഴക്കിട്ടാലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വന്തക്കാർ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതാ ഞാൻ. നിധി പറയും, ഇനിയൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ. ഞങ്ങളെ എന്തുമാത്രം അനുഭവിച്ചു എന്നറിയോ? സുഭാഷ് പറയും, ഞാനും ആകെ ഒന്ന് പേടിച്ചു പോയതാ. നിങ്ങൾക്കൊക്കെ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടായിരുന്നെന്ന് വിചാരിച്ചതാ. ആ എന്നെ കൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ പ്രശ്നമായി എന്നറിഞ്ഞപ്പോൾ ഞാൻ വല്ലാതായി. ദേ ഇപ്പോഴും ആ പേടി മാറിയിട്ടില്ല. സുധീഷ് പറയും, എൻ്റെ സുഭാഷ് ഏട്ടാ, ആ വീട്ടുകാരെ ഇവിടെ വന്ന ജോത്സ്യനല്ലേ, അയാൾ കാലങ്ങളായിട്ട് അവരെ ഊറ്റി ജീവിക്കുന്ന ആളാ. ഒരു 50 കല്യാണമെങ്കിലും അയാൾ ഈ ജാതകത്തിൻ്റെ പേരും പറഞ്ഞ് മുടക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പേരിലേ ആ വീട്ടിലോരോ പൂജകളൊക്കെ നടത്തുന്നത് അയാളുടെ മേൽനോട്ടത്തിലാണ്. അവരാണെങ്കിൽ അയാൾ പറയുന്നത് മാത്രമേ ചെയ്യൂ. നിധി വയ്ക്കും, അങ്ങനെയാണോ? സുധീഷ് പറയും, അതെ, ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാ. അയാൾ എഴുതിയ സുഭാഷ് ഏട്ടൻ്റെ ജാതകവിധി ഉണ്ടല്ലോ, അത് തെറ്റാണെന്ന് ഞാൻ തെളിയിച്ചു തരാം. സുഭാഷ് വയ്ക്കും, നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? സുധീർ, അതൊക്കെ ഉണ്ട്. നിധി, ഇന്ന് ലീവ് എടുത്തോ. ഇന്ന് സുഭാഷ് ഏട്ടൻ്റെ സംശയം തീർത്തു കൊടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. നിധി പറയും, സുധീഷേ, ഈ കാര്യത്തിൽ നിങ്ങൾ ഉടായ്പ പരിപാടി എടുക്കരുത്. ഹരീഷ് ഇല്ലടത്തി, കൂടെ ഞാനില്ലേ. അവർ അവിടുന്ന് വണ്ടി എടുത്ത് പോവാണ്. എന്നിട്ട് തിരിച്ച് ഒരു ഓട്ടോയിൽ നിറയെ ജ്യോത്സ്യന്മാരുമായിട്ട് അങ്ങോട്ട് വരും. അച്ഛൻ ചോദിക്കും, ഇതെന്താടാ പരിപാടി? ഇവരെ കൊണ്ട് സുഭാഷ് ഏട്ടൻ്റെ സംശയം തീർത്തു കൊടുക്കാനാ. അച്ഛൻ പറയും, എന്നാൽ അകത്തേക്ക് ചെല്ല്, ഞാനങ്ങോട്ട് വരാം. സുധീഷ് സുഭാഷിന് എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവരൊക്കെ വലിയ ജ്യോത്സ്യന്മാരാ. ഇവർ സുഭാഷ് ഏട്ടൻ്റെ ജാതകം നോക്കി പറഞ്ഞു തരും. നികേഷിനോട് പറയും, ഇവർക്കൊക്കെ ജ്യൂസ് കൊടുക്ക്, എന്നിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് അയക്കി. അവർ ഓരോരുത്തർ സുഭാഷ് ഏട്ടൻ്റെ ജാതകം നോക്കി പറയും. നിധി വയ്ക്കും, അതെന്തിനാ ഓരോരുത്തരായിട്ട് അയക്കുന്നത്? സുധീഷ് പറയും, അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് കേട്ട് മറ്റാളും പറഞ്ഞാലോ? നിധി പറയും, കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഭയങ്കര സ്മാർട്ടാണല്ലോ അല്ലേ ഹരീഷ്? ഹരീഷ് ചിരിച്ചോണ്ട് പറയും, അതെ. ഹരീഷ് വയ്ക്കും, മുൻപ് പറഞ്ഞ ആൾ പറഞ്ഞ പോലെ ഇവരും പറഞ്ഞാലോ? സുധീഷ് പറയും, അങ്ങനെ പറഞ്ഞാൽ ഒക്കെ കയ്യിൽ നിന്ന് പോകും. അങ്ങനെ പറയില്ലേ എന്ന് പ്രാർത്ഥിക്കുക എല്ലാവരും. ആദ്യത്തെ ജ്യോത്സ്യർ വന്നിട്ട് പറയും, രാജയോഗമുള്ള ആളാണ്, ഇതിനോടകം കോടീശ്വരനൊക്കെ ആവേണ്ട ആളാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ സുഭാഷ് ആംഗ്യത്തിൽ സുധീഷിനോട് വയ്ക്കും, എന്തോ അട ഇത്, ഇയാൾ വീട് വിട്ടു പോയിരുന്നോ? അങ്ങനെയും കാണുന്നുണ്ട്. അധികം വൈകാതെ തന്നെ കോടീശ്വരനാകും. സുധീഷ് കല്യാണത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അയാൾ പറയും, കല്യാണം കഴിഞ്ഞ് ഒരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കണം ഇതിനോടകം. സുധീഷ് പറയും, ചേട്ടൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ? സുധീഷ് ഇത് കേട്ട് കളിയാക്കി സുഭാഷിനെ നോക്കി ചിരിക്കും. അടുത്ത ജ്യോത്സ്യൻ വന്നിട്ട് പറയും, ഈ ജാതകക്കാരനെ അമ്മയുടെ വാത്സല്യം അനുഭവിക്കാൻ യോഗം കിട്ടിയിട്ടില്ല. 30 കഴിഞ്ഞാൽ കല്യാണം നടക്കും. വരുന്ന പെൺകുട്ടി ഒരമ്മയെപ്പോലെ ഇയാളെ സ്നേഹിക്കും. അതിനുള്ള യോഗം കാണുന്നുണ്ട്. അടുത്ത ആൾ വരുമ്പോഴും അയാളും പറയും, ചില ദോഷങ്ങളുണ്ട്. അതിന് അച്ഛൻ ചോദിക്കും, തറവാട്ടമ്പലത്തിൽ പോകേണ്ടി വരുമല്ലേ? അയാൾ പറയും, അതെ, കറക്റ്റ്. കല്യാണത്തിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അയാൾ പറയും, ഉടനെ നടക്കും. എല്ലാവരും അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാണ്. സുധീഷ് അവർക്കൊക്കെ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യും. അച്ഛൻ ചോദിക്കും, ആളെ കൂട്ടി നാടകം കളിക്കാൻ കൊണ്ടുവന്നതാണല്ലേ? സുധീഷ് പറയും, അയ്യോ, അങ്ങനെയൊന്നുമല്ല. സുധീഷും ഹരീഷും കൂടെ അകത്തേക്ക് വരുമ്പോൾ നിധി പറയും, അവരെല്ലാവരും കോമൺ ആയിട്ട് പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോ, തറവാട്ടമ്പലത്തിൽ പോകണമെന്ന്? സുധി അറിയാതെ പോകണം. നിധി ചോദിക്കും, എവിടെ ഈ തറവാട്ടമ്പലം? പക്ഷേ അതാർക്കും അറിയില്ല. അച്ഛൻ വരുമ്പോൾ നിധി ചോദിക്കും, തറവാട്ടമ്പലം എവിടെ? അച്ഛൻ ചോദിക്കും, തറവാട്ടമ്പലം? ഏത് തറവാട്ടമ്പലം? നിധി പറയും, നിങ്ങളുടെ പൂർവികരൊക്കെ ജനിച്ച സ്ഥലം എവിടെ? അവിടെ തറവാട്ടമ്പലം ഉണ്ടാവുക. അച്ഛൻ പറയും, നമ്മുടെയൊക്കെ പൂർവികരാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എങ്ങാനുമാണ് വന്നത്, അവിടെ അമ്പലം ഉണ്ടോയെന്നറിയില്ല. ഇതാ ഇവനെപ്പോലുള്ള കുരങ്ങന്മാരുണ്ടെന്ന് സുധിയെ ചൂണ്ടിക്കാട്ടി പറയും. സുധി പറയും, ഇങ്ങേരോടൊക്കെ എന്തിനാ ചോദിക്കാൻ നിൽക്കുന്നത്? തറവാട്ടമ്പലല്ലേ, അത് നമുക്ക് കണ്ടുപിടിക്കാന്നേ.
സുഭാഷ് സാധനം വാങ്ങാൻ പോകുമ്പോൾ സുധീഷ് പറയും, എന്തിനാ ചേട്ടൻ പോകുന്നത്? ചേട്ടൻ പോയി കഴിഞ്ഞാൽ നാട്ടുകാർ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. സുഭാഷ് പറയും, അതൊന്നും കുഴപ്പമില്ലടാ, ഞാൻ ആരുടെ ഒന്നും മോഷ്ടിച്ച് പോയതൊന്നുമല്ലല്ലോ, ഒന്ന് മാറി നിൽക്കണം എന്ന് തോന്നി ചെയ്തു. നികേഷേ വാടാ. നികേഷ് പറയും, ഞാൻ പോയിട്ടേ ജ്യൂസ് കുടിച്ചിട്ട് പോയിരാം. സുഭാഷ് പറയും, ഉണ്ടപ്പൊരി വാങ്ങിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങളൊരു ചേട്ടനാണോ? അവർ പോയി കഴിയുമ്പോൾ നിധി പറയും, ഏതായാലും സുധീഷിൻ്റെ ജ്യോത്സ്യന്മാരുടെ വിദ്യ ഫലിച്ചു. സുഭാഷേട്ടൻ്റെ മനസ്സിനിപ്പോൾ നല്ല ധൈര്യമുണ്ട്. സുധീഷ് പറയും, അതാണ് ഈ സുധീഷ്.